ഇസ്രായേലേ, ഞാനിത് നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. പർവ്വതങ്ങളെ നിർമ്മിക്കുകയും കാറ്റിനെ സൃഷ്ടിക്കുകയും മനുഷ്യനോട് അവന്റെ നിരൂപണം ഇന്നതെന്ന് അറിയിക്കുകയും പ്രഭാതത്തെ അന്ധകാരമാക്കുകയും ഭൂമിയിലെ ഉന്നതികളിന്മേൽ നടുകൊള്ളുകയും ചെയ്യുന്ന ഒരുത്തരുണ്ട്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്നാകുന്നു അവന്റെ നാമം. അതുകൊണ്ട് ഇസ്രായേലേ, ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. ഇസ്രായേലേ, ഞാൻ ഇത് നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. പർവ്വതങ്ങളെ നിർമ്മിക്കുകയും കാറ്റിനെ സൃഷ്ടിക്കുകയും മനുഷ്യനോട് അവന്റെ നിരൂപണം ഇന്നതെന്ന് അറിയിക്കുകയും പ്രഭാതത്തെ അന്ധകാരമാക്കുകയും ഭൂമിയിലെ ഉന്നതികളിന്മേൽ നടകൊള്ളുകയും ചെയ്യുന്ന ഒരുത്തരുണ്ട്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്നാകുന്നു അവന്റെ നാമം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്നാകുന്നു അവന്റെ നാമം. അതുകൊണ്ട് ആ ദൈവത്തെ എതിരേൽക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒരുങ്ങിക്കൊള്ളണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ ആമേൻ ഹല്ലേലൂയ ഏറ്റവും ശ്രേഷ്ഠകരമെന്ന് പറയത്തക്ക നിലയിലുള്ള ഒരു വേദഭാഗമാണ് ഇന്ന് പോൽക്കാലം നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ. കർത്താവിന്റെ വചനത്തിലെ ഏറ്റവും വലിയൊരു ആഹ്വാനവുമാണ് എന്ത് നമ്മളിന്ന് പകൽക്കാലം വായിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ഏറ്റവും വലിയ ആഹ്വാനം എന്തെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ ഒറ്റ വാക്കിൽ നമുക്ക് പറയുവാനായിട്ട് കഴിയും: നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഹല്ലേലൂയ. കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഹല്ലേലൂയ, ഇത് നമ്മളോടുള്ള ദൈവത്തിന്റെ ഒരു ആഹ്വാനം കൂടിയാണ്. ഹല്ലേലൂയ. നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ എതിരേൽക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുവാൻ ഇടയായി തീരണം. ഹല്ലേലൂയ. നമുക്കറിയാം, ഈ ലോകത്തിൽ എവിടെ നമ്മൾ നോക്കിയാലും ഹല്ലേലൂയ ഒരു വലിയ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? നമ്മൾ നമ്മുടെ പഞ്ചായത്ത് എടുത്ത് നോക്ക്, നമ്മുടെ ഡിസ്ട്രിക്റ്റിലെ ലെവലിൽ നോക്കിയാലും നമ്മളുടെ സ്റ്റേറ്റ് ലെവലിൽ നോക്കിയാലും എല്ലായിടത്തും വലിയ ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരുക്കം നമ്മുടെ നാട്ടിൽ കൂടുതലും പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നത് കൊണ്ട് അതിനോടനുബന്ധമായ ചില നിർമ്മാണ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും ഇല്ലേ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നമ്മൾ സ്റ്റേറ്റ് ലെവലിൽ നോക്കിയാലും ഹല്ലേലൂയ എല്ലായിടത്തും പുതിയ പുതിയ ഒരുക്കങ്ങൾ ഇല്ലേ, പുതിയ ബ്രിഡ്ജുകൾ വരുന്നു, വലിയ വലിയ സംരംഭങ്ങൾ വരുന്നു, വലിയ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, നടന്നുകൊണ്ടിരിക്കും. ഇതെല്ലാം എന്താണ് സൂചിപ്പിക്കുന്നത്? ഒരു വലിയ ഒരുക്കം എല്ലായിടത്തും എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. അപ്പൊ ലോകം അങ്ങനെ ഓരോ നിമിഷവും എന്ത് ചെയ്യുകയാണ്? ഒരു മാറ്റത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു? ഒരുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. വികസനം വരുമ്പോൾ, പുരോഗമനം വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മാറ്റങ്ങൾ ഉണ്ടാകും അല്ലേ? ഒരു വലിയ മാറ്റമാണ് എന്ത് ചെയ്യുന്നത്? പ്രതീക്ഷിക്കുന്നത്. ഒരു വലിയ മാറ്റം പ്രതീക്ഷിച്ചുകൊണ്ടാണ് പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ഹല്ലേലൂയ അങ്ങനെ ഒരു മാറ്റത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവമക്കളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹല്ലേലൂയ നമ്മളുടെ ഉള്ളിലും എന്തുണ്ടാകണം? ഒരു ഒരുക്കമുണ്ടാകണം. എന്തിനു വേണ്ടിയിട്ടാ? ദൈവത്തെ എതിരേൽക്കുവാൻ എന്ത് ചെയ്യണം? ഒരുങ്ങിയിരിക്കണമെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. നമുക്കറിയാം, പഴയ നിയമ ഭക്തന്മാര് ദൈവത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ എന്റെ ദൈവമേ എന്ന് ഒറ്റ വാക്കിൽ അവർ എന്ത് ചെയ്യില്ല, അഭിസംബോധന ചെയ്യുന്നതിന് പകരം കൂടുതലും അവർ ചെയ്യുന്നത് എങ്ങനെയാണ്? അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ ഞങ്ങളുടെ ദൈവമേ അല്ലേ എന്നാണ് കൂടുതലും എന്ത് ചെയ്യുന്നത്? അവരെ അഭിസംബോധന ചെയ്യുവാനായിട്ട് ഇടയായി തീരുന്നത്. അല്ലേലിയ ഇവിടെ പ്രവാചകനായിരിക്കുന്ന ആമോസ് പറയുന്നത് അല്ലേലിയ നമ്മുടെ ദൈവത്തെ അല്ലെങ്കിൽ നിന്റെ ദൈവത്തെ എന്ന് ഒറ്റ വാക്കിൽ എന്ത് ചെയ്യാണ്? പറയുകയാണ് അല്ലേ? അങ്ങനെ തന്നെയാ പറയുന്നത്. അല്ല, നിന്റെ ദൈവത്തെ എതിരേൽക്കാൻ നീ എന്ത് ചെയ്യണം? ഒരുങ്ങിക്കൊള്ളണം. ഹല്ലേലൂയ. ദൈവ മക്കളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹല്ലേലൂയ ഈ ആഹ്വാനം എന്ന് പറയുന്നത് ഹല്ലേലൂയ ഇത് കാലങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ രക്ഷണ്യ പ്രവൃത്തിക്ക് മുമ്പേ ചെയ്യുന്നതാണ്. പ്രവചനം പുസ്തകത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ആഹ്വാനം ചെയ്തൊരു കാര്യമാണെന്ന് ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളണം എന്നുള്ളത്. ഹല്ലേലൂയ. ഒന്നാമത്തെ എതിരേൽപ്പ് എന്ന് പറയുന്നത് ഹല്ലേലൂയ തന്റെ രക്ഷണ്യ പ്രവൃത്തിയിലൂടെ ലോകത്ത് എന്ത് ചെയ്തു? സംഭവിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ വരവോടുകൂടി, യേശുക്രിസ്തുവിന്റെ ജനനത്തോടുകൂടി എന്ത് ചെയ്തു? രക്ഷണ്യ പ്രവൃത്തികൾ അവിടെ
തുടങ്ങുവാനായിട്ട് അല്ലെങ്കിൽ അവിടെ സ്ഥാപിതമാകുവാനായിട്ട് ഇടയായി തീർന്നു. അല്ലെങ്കിൽ തന്മുഖാന്തരമാണ് നാം എല്ലാവരും ആരായി മാറിയത്? ദൈവമക്കളായി മാറിയത്, അല്ലേ? അല്ലെങ്കിൽ സുവിശേഷത്തിന്റെ ബാലപാഠങ്ങൾ ഇനിയും നിങ്ങളെ പഠിപ്പിക്കേണ്ടത് ആവശ്യമില്ല. അല്ലെങ്കിൽ നാം എല്ലാവരും ദൈവത്തിന്റെ മക്കളായി തീർന്നത് എങ്ങനെയാ? യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടത് കൊണ്ട്. അല്ലെങ്കിൽ അങ്ങനല്ലാത്ത ആരും ഇവിടെ ഇല്ല എന്നാണ് ഞാൻ ദൈവസന്നിധിയിൽ വിശ്വസിക്കുന്നത്. ദൈവത്തിൽ രക്ഷാനിർണയം പ്രാപിച്ചവരാണ് നാം എല്ലാവരും, അല്ലേ? അപ്പൊ അങ്ങനെയുള്ള നമ്മളോട് കൂടിയിട്ടാണ് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ ദൈവത്തെ എതിരേൽക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒരുങ്ങുവാനായിട്ട് ഇടയായി തീരണം. ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കേണ്ടത് ആ ഒരു ഒരുക്കം നമ്മുടെ ഉള്ളിൽ ഉണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ചിന്തിക്കുവാനായിട്ട് ഇടയായി തീരണം. അതിന്റെ അർത്ഥം നമ്മൾ ഉടനെ ഈ ലോകം വിട്ടങ്ങ് പോകുന്നു എന്നുള്ളതല്ല. അല്ലെങ്കിൽ എല്ലാം കൊണ്ട് എല്ലാം ഈ നിമിഷം കൊണ്ട് അല്ലെങ്കിൽ അടുത്ത നിമിഷം കൊണ്ട് അവസാനിച്ചു പോകുന്നു എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞിരിക്കുന്നത്. കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുങ്ങുന്നുണ്ടോ? അതിനുവേണ്ടി നമ്മൾ തയ്യാറാണോ എന്ന് എന്ത് ചെയ്യണം? ഓരോ നിമിഷവും നമ്മൾ ചിന്തിക്കുവാനായിട്ട് ഇടയായി തീരണം. അപ്പൊ ദൈവസന്നിധിയിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന ഏതൊരു മനുഷ്യന്റെയും ഹൃദയത്തിലെ ആഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ്. അതാണല്ലോ നമ്മുടെ പ്രത്യാശ, അല്ലേ? അതാണ് നമ്മുടെ പ്രത്യാശ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ പ്രത്യാശ എന്നത് ചോദിച്ചാൽ തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ഇതൊക്കെ നമ്മൾ കൂടുതൽ കേൾക്കുന്നത് ആരെങ്കിലും മരിച്ച വീടുകളിൽ ചെല്ലുമ്പോഴാണ് കൂടുതലും ഈ ഭാഗമൊക്കെ എന്ത് ചെയ്യുന്നത് നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ട് ഈ വാക്യമൊക്കെ കേൾക്കുമ്പോൾ ഒരു പക്ഷേങ്കില് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത് ഏതെങ്കിലും മരണവീടായിരിക്കും. അല്ലെങ്കിൽ ഈ സമയമാനത്തിൽ പാടിക്കഴിഞ്ഞാൽ ഉടനെ മരണവീടും ആ പശ്ചാത്തലവും നമുക്ക് ഓർമ്മ വരുന്നത് പോലെ ഈ വാക്യങ്ങൾ പറയുമ്പോഴും പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? അങ്ങനെയുള്ള കാര്യങ്ങളാണ്. എന്നാൽ അങ്ങനെയല്ല. മറിച്ച് നമ്മുടെ ഉള്ളിൽ ദൈവിക പ്രത്യാശ നിറയണമെങ്കിൽ ഈ കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? വേണ്ടവണ്ണം നമ്മൾ ഗ്രഹിക്കുവാനായിട്ട് ഇടയായി തീരണം. ദൈവവചനം പറയുന്നത് നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് കർത്താവിന്റെ മടങ്ങിവരവാണ്. കർത്താവിന്റെ മടങ്ങിവരവാണ് ദൈവസഭയുടെ പ്രത്യാശ എന്ന് പറയുന്നത്. ദൈവമക്കളുടെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ദൈവമക്കളായ നമ്മൾ ദൈവത്തെ ആരാധിക്കുകയും ഭക്തി പുരസ്സരം ദൈവസന്നിധിയിൽ ആയിരിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിയും ഇന്ന് പകൽക്കാലം മനസ്സിലാക്കേണ്ടത് ഒരു വസ്തുതയുണ്ട്. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. കാലങ്ങളും കാലഗതികളും സംഭവങ്ങളും എല്ലാം നമ്മളെ വിളിച്ചറിയിക്കുന്നത് നമ്മുടെ കർത്താവിന്റെ വരവ് എന്ത് ചെയ്യുന്നു? ഓരോ നിമിഷവും ആസന്നമായിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ നമ്മൾ കാണുന്നത് പലതും അങ്ങനെയാണ്. TV കണ്ടുപിടിച്ചപ്പോ നമ്മൾ വിചാരിച്ചു അതായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം. കാരണം ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും കാണുവാൻ കഴിയുമെന്ന്. അതിനുശേഷം കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു അതായിരിക്കും കമ്പ്യൂട്ടറും അതിന്റെ ഡിസ്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും ഏറ്റവും വലിയ കണ്ടുപിടുത്തം. എന്നാൽ ശാസ്ത്രം അതിന്റെ പുരോഗതിയിലേക്ക് ഓരോ നിമിഷവും പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചു കൂടാൻ പോലും കഴിയാത്ത നിലയിൽ ഉള്ള മാറ്റങ്ങൾ എന്ത് ചെയ്യുക? ലോകത്തിന് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ പുതിയ AI-യുടെ കാലമാണ്, അല്ലെ? എന്താണത്? മനുഷ്യനേക്കാൾ വേഗത്തിൽ ചിന്തിക്കുന്ന മനുഷ്യനാണ് ഏറ്റവും വലിയ ജ്ഞാനിയെന്നും ചിന്തയെന്നും ചിന്താശേഷി ഉള്ളവനെന്നും എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചിന്തിക്കുന്നത്. എന്നാൽ അതിന്റെ അപ്പുറമായിട്ട് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും കഴിയുന്ന നിർമ്മിത ബുദ്ധി എന്ത് ചെയ്തിരിക്കുക? മനുഷ്യന്റെ കണ്ടുപിടുത്തമായി വന്നിരിക്കുകയാണ്. പുതിയ കാലഘട്ടത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ലോകത്തിൽ ഓരോ നിമിഷവും സംഭവിച്ച് മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇതിനെയെല്ലാം സൂചിപ്പിക്കുന്നത് നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നുവെന്നും ഒരേ കാര്യത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ദൈവികമായ ഭരണത്തിലേക്ക് ഈ ലോകം പോകുന്നു എന്നുള്ളതിൻ്റെതായ മാറ്റൊലികളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോ നിമിഷവും കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഒരു നാണയം
നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലെ. ഒരു കറൻസി അല്ലെ, പലയിടത്തും അത് എന്ത് ചെയ്യുന്നു, നടന്നുകൊണ്ടിരിക്കുന്നു അല്ലെ. ഒരു രാജ്യം അല്ലെ, ഒരു രാജ്യം എന്നൊരു കൺസെപ്റ്റ് എന്ത് ചെയ്യുക, വന്നുകൊണ്ടേയിരിക്കുകയാണ് അല്ലെ. നമുക്കറിയാം യൂറോപ്പിലെ പല രാജ്യങ്ങളിലും അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുവാൻ വേണ്ടിയിട്ട് പല രാജ്യങ്ങളിലും എന്താവശ്യമില്ല, വിസ ആവശ്യമില്ല അല്ലെ. പല രാജ്യങ്ങളിലും അല്ലെങ്കിൽ നമ്മളിപ്പോ നമ്മുടെ രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തോട്ട് പോകണമെങ്കിൽ അതിന് പ്രത്യേക അനുമതിയും പ്രത്യേകമായ പാസ്പോർട്ടും കാര്യങ്ങളും ഒക്കെ വേണം അല്ലെ. എന്നാൽ യൂറോപ്പിൽ പല രാജ്യങ്ങളിലും ഇപ്പൊ എന്ത് ചെയ്തിരിക്കുക, അതൊക്കെ മാറിയിട്ട് അവര് സഹോദര രാജ്യമാണ് എന്നും അതിന് പ്രത്യേകമായ അനുമതികളുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുകയാണ്, പല രാജ്യങ്ങളും തമ്മിൽ അങ്ങനെ ഒരു ഐക്യതയിലേക്ക് എന്ത് ചെയ്യുക, പൊയ്ക്കൊണ്ടിരിക്കുക. ഇതിന്റെയൊക്കെ ലക്ഷണം എന്ന് പറയുന്നത് ഏക രാജ്യ ഭരണമെന്ന സംവിധാനത്തിലേക്ക് എന്ത് ചെയ്യുകയാണ്, ലോകം പോയിക്കൊണ്ടേയിരിക്കുകയാണ് എന്നുള്ള വസ്തുത ദൈവം എന്ത് ചെയ്യരുത്, മറന്നു പോകരുത് അല്ലേലിയ. എന്ന് പറഞ്ഞാൽ അല്ലേലിയ അതിന്റെ ആത്മീകമായ അർത്ഥം നമ്മൾ ഗ്രഹിക്കേണ്ടത് നമ്മുടെ കർത്താവിന്റെ വരവ് എന്ത് ചെയ്തു, ഏറ്റവും ആസന്നമായിരിക്കുന്നു അല്ലേലിയ. അപ്പൊ നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവജനം എന്ത് ചെയ്യണം, ഒരുങ്ങി കാത്തിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാ, കർത്താവിന്റെ വരവിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലായ്പ്പോഴും ഒരുങ്ങിയിരിക്കണമെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അല്ലേലിയ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അല്ലേലിയ, ഈ ലോകത്തിലെ അല്ലേലിയ എല്ലാ വ്യവസ്ഥകൾക്കും അല്ലേലിയ അതിനൊരു ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ട് അല്ലെ. എല്ലാത്തിനും ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട് അല്ലേലിയ. ഒരു ഒരുക്കമുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് എന്താ, ഒരു വിരക്തിയുണ്ട്, ഒരു മടുപ്പുണ്ട് അല്ലെ. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അല്ലേലിയ ഇങ്ങനെയുള്ള വിരക്തിയും ഇങ്ങനെയുള്ള മന്ദതയും മടുപ്പും ഒക്കെ എന്തുണ്ട്, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട് അല്ലേലിയ. എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഓരോ നിമിഷവും നമ്മൾ എന്ത് ചെയ്യണം, ദൈവസന്നിധിയോട് അടുത്ത് നിൽക്കുവാനായിട്ട് ഇടയായിത്തീരണം അല്ലേലിയ. അങ്ങനെ അടുത്ത് നിൽക്കണമെങ്കിൽ അല്ലേലിയ നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം അല്ലേലിയ, ദൈവസന്നിധിയോട് ചേർന്ന് നിന്ന് ദൈവിക വ്യവസ്ഥ പ്രകാരം ജീവിക്കുന്നവരാകണം. ആധാരമായി വായിക്കാം 2 കൊരിന്ത്യർ ലേഖനം അല്ലേലിയ 5-ാം അധ്യായം അതിന്റെ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അല്ലേലിയ അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നത് 2 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം അതിന്റെ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്ന് ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് അതല്ലേ 2 കൊരിന്ത്യർ 5-ന്റെ നിങ്ങൾ അവിശ്വാസികളോട് വില കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളോട് എന്തൊരു കൂട്ടായ്മ, ക്രിസ്തുവിനും ബലിയാളിനും തമ്മിൽ എന്ത് പൊരുത്തം, അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി, ദൈവാലയത്തിലെ വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പേൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നത്. അശുദ്ധമായതൊന്നും തുടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങളുടെ പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് ചെയ്യും. അപ്പൊ ദൈവം എന്റെ ദൈവമായിരിക്കണമെങ്കിൽ ഉണ്ടാകേണ്ടുന്ന ചില വ്യവസ്ഥകൾ അല്ലെ, അതാണ് വായിക്കാൻ നമ്മൾ വായിച്ചത് അല്ലേലിയ. നമ്മുടെ ദൈവത്തെ നമ്മൾ എതിരേൽക്കുവാൻ ഒരുങ്ങി നിൽക്കണമെന്ന് നമ്മൾ ദൈവസന്നിധിയിൽ വായിക്കുമ്പോൾ അല്ലേലിയ, ഈ ദൈവം എന്റെ ദൈവമായിരിക്കണമെങ്കിൽ ഞാൻ പാലിക്കേണ്ടുന്ന ചില വ്യവസ്ഥകളുണ്ട് അല്ലെ. നാം പാലിക്കേണ്ട ചില വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥ പ്രകാരം ജീവിക്കുന്നവർക്ക് മാത്രമേ ആ ദൈവം എന്റെ ദൈവമാണെന്ന് ചെയ്യാൻ കഴിയുള്ളൂ, ധൈര്യത്തോടെ പറയുവാനായിട്ട് കഴിയുകയുള്ളൂ. അതെന്തൊക്കെയാണെന്ന് ഒന്നും കൂടി നിർത്തി വായിച്ചാൽ നമുക്ക് വേഗത്തിൽ ആ കാര്യങ്ങൾ മനസ്സിലാക്കും. ഒന്നാമതായിട്ട് പറയുന്നു, അവിശ്വാസികളോട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇടയില്ല പിണ കൂടരുത് അല്ലേലിയ. 2 അല്ലേലിയ നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമായി തീരണം അല്ലേലിയ. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമായി തീരണം. എന്താണ് അതിന്റെ അർത്ഥം അല്ലേലിയ? നമ്മുടെ ദൈവത്തിന് വസിക്കുവാൻ കൊള്ളാകുന്ന ഇടമായി നാം എന്ത് ചെയ്യണം, മാറണം അല്ലേലിയ. ദൈവത്തിന്റെ സാന്നിധ്യം നിലനിൽക്കുവാൻ കഴിയുന്ന, ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുവാൻ കഴിയുന്ന വിശുദ്ധമായ ഒരിടമായി എന്ത് തീരണം,
നമ്മൾ മാറണം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഒന്ന്, നമ്മൾ അവൻ ജാതികളോട് എന്ത് ചെയ്യരുത്? ഇണയില്ലാപ്പിഴ കൂടരുത്. അർത്ഥം ഹല്ലേലൂയ. ആമേൻ. നമുക്ക് പറ്റാത്ത ഒരു കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ ആത്മാവിന് വസിക്കുവാൻ കഴിയാത്ത നിലയിൽ നമ്മുടെ ശരീരം എന്താകരുത്? മലിനമാകരുത്. ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നത് എവിടെയാ? നമ്മുടെ ഉള്ളില അല്ലേ? ദൈവത്തിന്റെ മന്ദിരം ആരാ? നമ്മളാണ് ദൈവത്തിന്റെ മന്ദിരം. ഹല്ലേലൂയ. ദൈവത്തിന്റെ മന്ദിരത്തിൽ ആർക്ക് വസിക്കണം? ദൈവത്തിന് വസിക്കണം. ദൈവം വസിക്കണമെങ്കിൽ ആ മന്ദിരത്തിൽ എന്തുണ്ടാകണം? വിശുദ്ധി ഉണ്ടാകണം. ഹല്ലേലൂയ. വിശുദ്ധിയും വേർപാടും ആമേൻ ഹല്ലേലൂയ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? അതിന് വസിക്കുവാനായിട്ട് കഴിയുള്ളൂ. ഹല്ലേലൂയ. ദൈവം വസിക്കുന്ന ഒരു ആലയമായി നമ്മൾ തീർന്നുവെങ്കിൽ മാത്രമേ ഈ ദൈവം എന്റെ ദൈവം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? പറയുവാനായിട്ട് കഴിയുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് ഓരോരുത്തരെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ ഹല്ലേലൂയ. ആമേൻ. കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കി കാത്തിരിക്കണമെങ്കിൽ ഈ ദൈവം എന്റെ ദൈവമെന്ന് ഇന്ന് പകൽക്കാലം നമ്മൾ എന്ത് ചെയ്യണം? ഉറപ്പ് പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീരണം. മൂന്നാമതായിട്ട് ഹല്ലേലൂയ അടുത്ത ഭാഗത്തിൽ പറയുന്നു ഹല്ലേലൂയ ദൈവം നമ്മിൽ വസിക്കണമെന്നും പിന്നെ വിഗ്രഹാരാധികളുടെയും അധർമ്മികളുടെയും ഇടയിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിക്കണം. പിന്നെ അശുദ്ധമായതൊന്നും തുടരുത്. ഹല്ലേലൂയ. ഇങ്ങനെ ഈ കാര്യങ്ങൾ നമ്മൾ ആ 14-ാം വാക്യം മുതൽ 17-ാം വാക്യം വരെ വായിച്ച കാര്യങ്ങളിൽ പെർഫെക്റ്റോടെ നിൽക്കുന്നു എങ്കിൽ ഇന്ന് പകൽക്കാലം ധൈര്യത്തോടെ നമുക്ക് പറയുവാൻ കഴിയും ആ ദൈവം എന്റെ ദൈവമാണ്. ഹല്ലേലൂയ. അതല്ലാതെ ഹല്ലേലൂയ ഇതിനോടൊക്കെ കോംപ്രമൈസ് ചെയ്തിട്ട് ഇതിനോടൊക്കെ താതാമ്യപ്പെട്ടുകൊണ്ട് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ദൈവസന്നിധിയോട് അടുത്ത് നിൽക്കുവാനായിട്ട് കഴിയുകയില്ല. ഹല്ലേലൂയ. തിരുവചനം അങ്ങനെയാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഒരിക്കൽ കൂടി ആ വാക്യങ്ങൾ ഒന്നുകൂടി നിർത്തിയിട്ട് വായിക്കാം. 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ അവിശ്വാസികളോട് എന്ത് ചെയ്യരുത്? ഇണയില്ല പിഴ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം നീതിപൂർവമുള്ളതായിരിക്കണം. ഹല്ലേലൂയ. അധർമ്മത്തിന് കൂട്ടു നിൽക്കുന്നവരാകരുത് നമ്മൾ ഓരോരുത്തരുമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അടുത്ത വെളിച്ചത്തിന് ഇരുളിനോട് എന്ത് കൂട്ടായ്മ? അർത്ഥം ഹല്ലേലൂയ. വെളിച്ചം പ്രകാശിച്ചാൽ പിന്നെ അവിടെ എന്തില്ല? ഇരുളില്ല. ഇരുൾ എന്ത് ചെയ്തു? മാറിപ്പോയിരിക്കുന്നു. അടുത്ത ഭാഗം. ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം? എന്ത് പൊരുത്തം? അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി? വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി? ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ദൈവത്തിന്റെ ആലയമായ നമ്മളിൽ അല്ലെങ്കിൽ വിഗ്രഹങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നമ്മളെ അകറ്റിക്കളയുന്ന ഒന്നിനും എന്തില്ല? അവിടെ സ്ഥാനമില്ല. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയം. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. അവൻ നമ്മളിൽ വസിക്കുകയും നമ്മുടെ ഇടയിൽ എന്ത് ചെയ്യും? അവൻ നടക്കുകയും ചെയ്യുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും. ഹല്ലേലൂയ. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമായി തീരും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. ഇത് പറഞ്ഞിരിക്കുന്ന ആരാണ്? ദൈവമാണ് ചെയ്തിരിക്കുന്നത്. ഇത് അരുളി ചെയ്യും. ഈ വ്യവസ്ഥ പ്രകാരം ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും ധൈര്യത്തോടെ പറയുവാനായിട്ട് കഴിയും ഈ ദൈവം എന്റെ ദൈവമാ, ഈ ദൈവത്തിന്റെ വകയാണ് ഞാൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദൈവത്തെ എതിരേൽക്കാൻ ഞാൻ എന്ത് ചെയ്യും? ഒരുങ്ങിയിരിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിന്റെ വചനം നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് പകൽക്കാലം ഓർമ്മപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നത് ഹല്ലേലൂയ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. നമ്മളെ ഓർമ്മപ്പെടുത്തിയത് ഈ വ്യവസ്ഥ പ്രകാരം നമ്മൾ ജീവിക്കുന്നു. ഇതിനെ ബോധ്യത്തോടുകൂടി ഈ വചനത്തിന്റെ ബോധ്യത്തോടുകൂടി നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഈ ദൈവം എന്റെ ദൈവമാണ്. അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന മറ്റു ചില വസ്തുതകളുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ
അല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന് ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തില് വായിക്കേണ്ട പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അല്ലേലൂയ. ഒന്ന് ആമേൻ അല്ലേലൂയ, ദൈവത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? കാത്തു നിൽക്കണം. രണ്ടാമത് പറയുന്നു നിങ്ങൾ എന്ത് ചെയ്യണം? ഉണർന്നിരിക്കണം. പല ഉപമകളിലൂടി ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തും. നിങ്ങൾ ഉണർന്നിരിക്കണം. പിന്നെ അടുത്തത് പറയുന്നത് ഒരുങ്ങിയിരിക്കണം. അല്ലേലൂയ. അപ്പോൾ ദൈവമക്കൾ ദൈവസന്നിധിയിൽ എങ്ങനെ ഇരിക്കണം? ഉണർന്നിരിക്കണം, ഒരുങ്ങിയിരിക്കണം, കാത്തിരിക്കണം. അല്ലേലൂയ. അപ്പൊ ദൈവസന്നിധിയിൽ ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തെ എതിരേൽക്കുവാൻ. അവൻ ദൈവത്തെ എതിരേൽക്കുവാൻ. ഉപമ നമുക്കറിയാം. അല്ലേലൂയ. അവൻ കന്യകമാരുടെ ഉപമ. അല്ലേലൂയ. അവർ കാണുന്നത് എന്താണ്? അല്ലേലൂയ. അവൻ എല്ലാവരും കാത്തിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല? എല്ലാവർക്കും മണവാളനെ എതിരേൽക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അല്ലേലൂയ. ബുദ്ധിയുള്ളവർ, ആമേൻ അല്ലേലൂയ, ഒരുക്കമുള്ളവർ, വ്യവസ്ഥ പ്രകാരം ആമേൻ കാത്തിരുന്നവർക്ക് മാത്രമേ എന്ത് കഴിയുള്ളൂ? മണവാളനെ എതിരേൽക്കുവാനായിട്ട് കഴിഞ്ഞുള്ളൂ. അല്ലേലൂയ. ആ ഒരു ഒരുക്കം എന്ത് ചെയ്യണം? എല്ലായ്പ്പോഴും നമ്മുടെ നടുവിൽ ഉണ്ടാകണമെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. വേഗത്തില് അവൻ പറഞ്ഞ് നിർത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലേലൂയ. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അല്ലേലൂയ, അവൻ 3 തരം ഒരുക്കങ്ങൾ, ഇത് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടുന്ന 3 തരം ഒരുക്കങ്ങളുടെ വേഗത്തിൽ പറഞ്ഞ് ഞാൻ ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 2 കൊരിന്ത്യർ ലേഖനം അവൻ 5-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. അല്ലേലൂയ. ഒന്ന്, അവൻ ദൈവം തന്നെ നമ്മളെ എന്ത് ചെയ്യുന്നു? ഒരുക്കുന്നു. വായിക്കാം. അല്ലേലൂയ. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. അതിനായി നമ്മളെ ഒരുക്കിയിരിക്കുന്നത് ആരാണ്? ആത്മാവിനെ അച്ചാരമായി നൽകിയ ദൈവം തന്നെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മളെ ഒരുക്കുവാനായിട്ട് ഇടയായി തീരുന്നത്. അല്ലേലൂയ. അതിന് 1 മുതലുള്ള വാക്യം ഒന്ന് വായിക്കാമോ? കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം, ഈ കൂടാരമായ നമ്മുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയില്ലാത്ത നിത്യഭവനമായി, കൈപ്പണിയില്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗ്ഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ നിറഞ്ഞുകൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു. എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിൽ നിന്ന് ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരിവാനല്ല, മർത്യമായത് ജീവനാൽ നീങ്ങി പോകേണ്ടതിന് മീതെ ഉടുപ്പാണിച്ചിക്കയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് നിരങ്ങുന്നു. ഹല്ലേലൂയ. ഇതുപോലെ തന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഹല്ലേലൂയ, അവൻ ദൈവ മക്കളെ ഓരോ നിമിഷവും അവൻ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ആരാണ്? ദൈവമാണ്. ഹല്ലേലൂയ. നമുക്ക് ആത്മാവിനെ അച്ചാരമായി നൽകിയ ദൈവം തന്നെ എന്ത് ചെയ്യുന്നു? നമ്മെ ഒരുക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഹല്ലേലൂയ, കൂടാരമായ നമ്മുടെ ഈ ഭൗമഭവനം വിട്ടൊഴിഞ്ഞാൽ കൈപ്പണിയല്ലാത്ത മറ്റൊന്നിനെ ഇതിന്റെ മീതെ ധരിപ്പിക്കുവാൻ ദൈവം എന്ത് ചെയ്തിരിക്കുക? തയ്യാറായിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ഈ ബലഹീനമായ ശരീരത്തിൽ ക്ഷീണങ്ങളും ബലഹീനതകളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമുക്ക് ധൈര്യത്തോടെ നിന്നുകൊണ്ട് ദൈവസന്നിധിയിൽ പറയുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ഈ അഴിഞ്ഞു പോകുന്ന ഈ കൂടാരമല്ല, ഇതിന്റെ മേലെ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവം എനിക്ക് വേണ്ടി ഒരു കൂടാരം എന്ത് ചെയ്യുന്നുണ്ട്? പണിയുന്നുണ്ട്. അതവനെ എന്നെ എന്ത് ചെയ്യും? ധരിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഹല്ലേലൂയ. അവൻ ദൈവത്തെ എതിരേൽക്കുവാൻ ഒന്നാമതായിട്ട് ദൈവം തന്നെയാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്? ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ആ ഒരുക്കത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? വിധേയപ്പെടുവാനായിട്ട് ഇടയായിത്തീരണം. ഹല്ലേലൂയ. ആ ഒരുക്കത്തിന് വേണ്ടി നമ്മൾ നമ്മളെ തന്നെ എന്ത് ചെയ്യണം? അവൻ സമർപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരണം. അതിനുള്ള ബോധ്യം നമ്മുടെ ഉള്ളിൽ എല്ലായ്പ്പോഴും ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരണം. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് നമ്മളെ ഒരുക്കുന്നത് അവൻ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും അവൻ വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചുകൊണ്ട് ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവൻ ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി ഏലിയാവിന്റെ ആത്മാവോടും അവന്റെ മുമ്പാകെ അവൻ ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടുകൂടെ നടക്കും. അവൻ ശക്തിയോടുകൂടെ നടക്കും. ആരെ കുറിച്ചാണ് പറയുന്നത്? യോഹന്നാനെ കുറിച്ച് പറയുക. ഹല്ലേലൂയ. അവൻ യോഹന്നാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ അപ്പനായ സക്രിയാവിനോട് ദൈവത്തിന്റെ ദൂതൻ വന്നുകൊണ്ട് പറയുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു കർത്താവിന്റെ വരവിന് മുമ്പ് അവൻ ജനത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ, അവൻ ജനത്തെ മാനസാന്തരത്തിലേക്ക്
നിത്യതയിലേക്ക് നയിക്കുവാൻ ഒരുവൻ കടന്നു വരുന്നുണ്ട്. അവനാണ് നിന്നിൽ നിന്ന് എന്ത് ചെയ്യുന്നത്? ജനിക്കുവാൻ വേണ്ടി പോകുന്ന യോഹന്നാൻ. അവന്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അവൻ ജനത്തെ എന്ത് ചെയ്യണം? മാനസാന്തരത്തിലേക്ക് നയിക്കണം. ജനത്തെ മാനസാന്തരത്തിലേക്ക് നയിച്ചുകൊണ്ട് അവൻ തിരുവചനം ഓർമ്മപ്പെടുത്തുന്നു. അവരെ എന്ത് ചെയ്യണം? ഒരുക്കിയെടുക്കുവാനായിട്ട് ഇടയായിത്തീരണം. എന്തിനു വേണ്ടി? യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടി. അവരുടെ ഉള്ളിൽ എന്ത് വരണം? അവൻ പാപബോധം വരുത്തി അവൻ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരുന്ന് അവരെ ദൈവത്തിലേക്ക് അവൻ കൊണ്ടു ചെല്ലുവാനുള്ള ശുശ്രൂഷ എന്ത് ചെയ്യുകയാണ്? അവൻ യോഹന്നാനെ വരവേൽപ്പിക്കുകയാണ്. അതിന്റെ അർത്ഥം അവൻ തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഒരു ദൈവ പൈതലിനെ ഒരുക്കിയെടുക്കുവാൻ അവൻ ചില ശുശ്രൂഷകരെ ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? ഫലമേൽപ്പിച്ചിരിക്കുന്നതിനുള്ള വസ്തുത ഇന്ന് നമ്മൾ മറന്നു പോകരുത്. ഒന്ന്, ദൈവം തന്നെ തന്റെ ജനത്തെ എന്ത് ചെയ്യും? ഒരുക്കിയെടുക്കും. രണ്ട്, അവൻ അതിനുവേണ്ടി ചില ശുശ്രൂഷകരെ ദൈവം എന്ത് ചെയ്യും? ഒരുക്കുവാനായിട്ട് ഇടയായിത്തീരും. അവർ ദൈവത്തിന്റെ വചനത്തിലൂടെ അവൻ മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് എന്ത് ചെയ്യും? ദൈവജനത്തെ നയിക്കുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് യോഹന്നാന്റെ വാക്കുകളൊക്കെ എങ്ങനെയുള്ളതായിരുന്നു? ഇച്ചിരി കഠിനമായിരുന്നു. അവൻ മാനസാന്തരപ്പെടാത്തവരെ നോക്കി അവൻ ധൈര്യപൂർവ്വം വിളിച്ചു പറഞ്ഞെന്താ? സർപ്പസന്തതികളെ, നിങ്ങൾ എന്ത് ചെയ്യുക? മനം തിരിഞ്ഞ് ദൈവത്തിലേക്ക് മടങ്ങി വരിക. ഇത് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്ക. ദൈവത്തിന്റെ വഴി ഒരുക്കുവാൻ അവൻ എന്ത് ചെയ്തിരിക്കുക? എന്നെ അയച്ചിരിക്കുക. അതുകൊണ്ട് മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് മടങ്ങി വരിക എന്ന് അവൻ ദൈവജനത്തെ എന്ത് ചെയ്യുക? ആഹ്വാനം ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവനെ ഫലമേൽപ്പിച്ച ശുശ്രൂഷ ദൈവജനത്തെ ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ്. നമ്മെ ഒരുക്കുവാൻ, അവൻ നമ്മെ ഒരുക്കിയെടുക്കുവാൻ, കർത്താവിന്റെ വരവിന് വേണ്ടി അവൻ ഒരുക്കിയെടുക്കുവാൻ ചില ശുശ്രൂഷകരെ ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള വസ്തുത ഇന്ന് പകൽക്കാലം നമ്മൾ മറന്നു പോകുന്നു. ഒന്ന്, ദൈവം നമ്മെ ഒരുക്കുന്നു. രണ്ട്, അവൻ ശുശ്രൂഷകരെ ദൈവം അതിനു വേണ്ടി എന്ത് ചെയ്തിരിക്കുന്നു? ഏൽപ്പിച്ചിരിക്കുന്നു. മൂന്നാമതായിട്ട് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം വേഗത്തിൽ വാക്യം. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവന്റെ കാന്തയും എന്ത് ചെയ്യുന്നു? തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഹല്ലേലൂയ, ആമേൻ. കുഞ്ഞാടിന്റെ കല്യാണത്തിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്ന ആമേൻ ദൈവസഭയായ കാന്ത അവൾ എന്ത് ചെയ്യണമെന്ന് പറയുന്നത്? തന്നെത്താൻ ഒരുക്കി കാത്തിരിക്കണം. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഹല്ലേലൂയ, നമ്മളെ തന്നെ എന്ത് ചെയ്യണം? ഒരുക്കി കാത്തിരിക്കുവാനായിട്ട് ഇടയായിത്തീരണം. ഹല്ലേലൂയ. ദൈവം നമ്മളെ എന്ത് ചെയ്യും? ഒരുക്കുവാനായിട്ട് ഇടയായിത്തീരും. അവൻ ശുശ്രൂഷ മുഖാന്തരമായി നമ്മളെ ഒരുക്കപ്പെടുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. അതിനൊക്കെ അപ്പുറമായിട്ട് നാം തന്നെ നമ്മുടെ കർത്താവിന്റെ വരവിന് വേണ്ടി എന്ത് ചെയ്യണം? ഒരുക്കി കാത്തിരിക്കുവാനായിട്ട് ഇടയായിത്തീരണം. ഹല്ലേലൂയ. ഈ ലോകത്തിൽ അല്ലെങ്കിൽ ഒരു വിവാഹം നടക്കുന്നുണ്ട് എങ്കിൽ ഹല്ലേലൂയ, അവർക്കറിയാം ആ മണവാട്ടിയെ എത്ര ആമേൻ സൗന്ദര്യവതിയായി, ഹല്ലേലൂയ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇപ്പോൾ ബ്യൂട്ടി പാർലറിലോ എവിടെങ്കിലും ഒക്കെ പോയി ഹല്ലേലൂയ ഏറ്റവും ഭംഗിയായിട്ട് എന്ത് ചെയ്യും? അവിടെ ഒരുക്കി പ്രസന്റ് ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. എന്നാലും ഹല്ലേലൂയ, എത്ര നന്നായി ഒരുക്കിയാലും ഹല്ലേലൂയ, നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മളെ എത്ര നന്നായി ഒരുക്കിയാലും ഹല്ലേലൂയ, നമ്മൾ ഇടയ്ക്ക് പോയി കണ്ണാടിയിൽ എന്ത് ചെയ്യും? ഒന്നും കൂടി ഒന്ന് നിൽക്കും. ഹല്ലേലൂയ. നമുക്കൊരു തൃപ്തി കുറവുണ്ട്. ഹല്ലേലൂയ. നമ്മൾ തന്നെ എന്ത് ചെയ്യണം? ഒന്ന് നോക്കി. ഹല്ലേലൂയ. മുടി നേരെയാണോ? ഹല്ലേലൂയ. അവൻ സാരി നേരെയാണോ? ഹല്ലേലൂയ. ഉടുത്തത് നേരെയാണോ? ഹല്ലേലൂയ. എല്ലാം ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്തെങ്കിലേ നമുക്ക് എന്തുള്ളൂ? ഒരു സമാധാനമുള്ളൂ. ഹല്ലേലൂയ. ആരെല്ലാം ഒരുക്കിയാലും എങ്ങനെല്ലാം ഒരുക്കിയാലും ഹല്ലേലൂയ, നാം തന്നെ എന്ത് ചെയ്യണം? ഒരുങ്ങുവാനായിട്ട്. എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മളെ നമ്മൾ എന്ത് ചെയ്യണം? ഒരുക്കി കാത്തിരിക്കുവാനായിട്ട് ഇടയായിത്തീരണം. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരിക്കലും കൈവിടപ്പെട്ടു പോകുന്നവരായിട്ടല്ല, ഒരിക്കലും ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുന്നവരായിട്ടല്ല, ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ളവരായി, ദൈവസന്നിധിയിൽ കാണപ്പെടുന്നവരായി, ആത്മാവിനെ ദൈവസന്നിധിയിൽ ബലമേൽപ്പിക്കുന്നവരായി തീരുക ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. ഹല്ലേലൂയ. നമ്മൾ വായിച്ച വാക്യത്തില് നമ്മൾ വായിച്ചതുപോലെ നമ്മുടെ കർത്താവിനെ എതിരേൽപ്പാൻ വേഗം നമ്മൾ എന്ത് ചെയ്യണം? ഒരുങ്ങി കാത്തിരിക്കുവാനായിട്ട് ഇടയായിത്തീരണം. ഹല്ലേലൂയ. ആ ഒരു ഒരുക്കം എല്ലായ്പ്പോഴും എല്ലാ നിമിഷവും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരണം. ഞായറാഴ്ച മാത്രമല്ല, ഹല്ലേലൂയ, ഓരോ നിമിഷവും ദൈവസന്നിധിയിൽ കൊള്ളാകുന്നവരായി, ദൈവത്തിലെ എതിരേൽക്കുന്ന
ആ ഒരു മനോഭാവത്തോടു കൂടി ആയിരിക്കണം എല്ലായ്പ്പോഴും നമ്മളായിരിക്കുക. അങ്ങനെ ആയിരിക്കുന്നുവെങ്കിൽ ഒരു നല്ല വിശുദ്ധ ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. അങ്ങനെ ആയിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന് കൊള്ളാവുന്നവരായി നിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. അങ്ങനെ ആയിരിക്കുന്നുവെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പാകെ ഏറ്റവും നല്ല സാക്ഷ്യമുള്ളവരായി നിൽക്കുവാൻ ദൈവം നമ്മളെ ബലപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് അങ്ങനെ ഒരു ആഹ്വാനത്തിലേക്ക് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ നയിക്കുന്നു. ദൈവം നമ്മളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. കണ്ണുകളെ അടയ്ക്കുക.